ഹലോ വൺസ് അഗെയിൻ വെൽക്കം ടു ട്രാവൽ വിത്ത് ജ്യോതിസ്. ഈ വീഡിയോ കാനഡയിലുള്ളവർക്ക് വേണ്ടിയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റോ വർക്ക് പെർമിറ്റോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ഡോക്യുമെന്റ്സുകൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഡോക്യുമെന്റുകൾ എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മളൊരു റീപ്ലേസ്മെൻറ്റ് ഡോക്യുമെൻറ്റിന് അയക്കുന്നതിനുള്ള കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ canada.ca എന്നുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനകത്ത് വ്യക്തമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഡോക്യുമെൻറ്റിന് നമുക്ക് അപേക്ഷിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട 4 ഡോക്യുമെൻറ്റുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വിസിറ്റ് റെക്കോർഡ്, അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ്, സ്റ്റഡി പെർമിറ്റ്, ടെമ്പററി റെസിഡൻറ്റ് പെർമിറ്റ്, ഇതുപോലുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് റീപ്ലേസ്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റുകൾ ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഫോം ഇതാണ്. IMM 5009 എന്ന് പറയുന്ന ഈ ഫോമാണ്. ഈ ഫോം ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. അതിനുശേഷം ആ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റുകൾ ഇവിടെ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് ഫോട്ടോ കോപ്പി ഓഫ് എ പീസ് ഓഫ് ഡോക്യുമെൻറ്റ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പാസ്പോർട്ട്, അതായത് നമ്മൾ കാനഡയിലേക്ക് എൻറ്റർ ചെയ്യാൻ ഉപയോഗിച്ച് ആ പാസ്പോർട്ടിൻ്റെ കോപ്പി കൃത്യമായി കൊടുക്കുക. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഇവിടുന്ന് കാനഡയിലെ ഒരു ഐഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനാഷണൽ ഐഡിയോ ആണ് ചോദിക്കുന്നത്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ പാസ്പോർട്ടിന് തന്നെ കോപ്പി കൊടുക്കുക എന്നുള്ളതാണ്. ഇതല്ല, ഇവിടെ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിലും എല്ലാം ചോദിക്കുന്നുണ്ട്. ഇനി രണ്ടാമത് നമ്മുടെ ഫോട്ടോ ഇല്ലാത്ത ഒരു പീസ് ഓഫ് ഡോക്യുമെൻറ്റ്. അതായത് ഇതിനകത്ത് അവർ പറഞ്ഞേക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റോ മാരേജ് സർട്ടിഫിക്കറ്റോ ഒക്കെ കൊടുക്കാം. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഡ്രൈവേഴ്സ് ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇത് ഒന്നുമല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് നഷ്ടപ്പെട്ട് പോയേക്കുന്ന ഏതെങ്കിലും ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ, അതായത് പ്രത്യേകിച്ച് നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റോ വർക്ക് പെർമിറ്റോ ഇതുപോലുള്ള കാര്യങ്ങളും എല്ലാം ഒരു പരിധി വരെ ഇത് ID പ്രൂഫായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണെങ്കിലും കൊടുത്താലും മതിയാവും. നിങ്ങളുടെ ഇപ്പോൾ ഫോട്ടോ കോപ്പി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫോട്ടോ കോപ്പി ഉണ്ടെങ്കിൽ ഇവിടുന്ന് കാനഡയിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ഏതെങ്കിലും ഇതിൻ്റെ ഫോട്ടോ കോപ്പി ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. അതില്ലെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണലി നമ്മുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ഏത് ഡോക്യുമെൻറ്റും ഒരു പക്ഷേ നമുക്ക് കൊടുത്താൽ അവർ അക്സെപ്റ്റ് ചെയ്തേക്കാം. ഏതായാലും നമ്മുടെ കയ്യിലുള്ള ഒരു ഡോക്യുമെൻറ്റിൻ്റെ 1-2 ഡോക്യുമെൻറ്റുകളുടെ കോപ്പി കൊടുത്താലും ഏറ്റവും നല്ലതായിരിക്കും. പക്ഷേ അവർ അക്സെപ്റ്റ് ചെയ്യലാത്ത ചിലത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സിൻ നമ്പറിൻ്റെ ഒന്നും കോപ്പി കൊടുത്തേക്കരുത്. അതുപോലെ തന്നെ ബാങ്ക് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, സ്കൂൾ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്, ഇതൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യല. പക്ഷേ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ID പ്രൂഫ് ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിലേതെങ്കിലും വിദേശ ഭാഷയിലുള്ളതാണ്, അത് ഫ്രഞ്ചിലേക്കോ ഇംഗ്ലീഷിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഉള്ളതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്. അതായത് നമ്മുടെ ഒരു ഫോം ഫില്ല് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, IMM 5009. അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ കൃത്യമായുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആ ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ആ ഡോക്യുമെൻറ്റ്. ഈ ഡോക്യുമെൻ്റാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇതൊരു 4 പേജുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഇത് ഫില്ല് ചെയ്ത് അതിനകത്ത് തന്നെ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകളുടെ ലിസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് 4ാമത്തെ പേജിൽ. ബാക്കി ഈ 3 പേജുകൾ നിങ്ങൾ കൃത്യമായി ഫില്ല് ചെയ്യണം. ഈ ഡോക്യുമെൻറ്റ് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി ഈ കാനഡയുടെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓരോ പാർട്ടും ഫില്ല് ചെയ്യേണ്ടതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇത് നോക്കി കൃത്യമായി നമ്മുടെ ഡോക്യുമെൻറ്റുകൾ ആ ഒരു ഫോം ഫില്ല് ചെയ്യുക. അതൊരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസി ആയിട്ടുള്ളൊരു ഫോമാണ്. ആ ഫോം ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഇമ്പോർട്ടൻ്റ് ഇതാണ്. അതായത് ഈ ആദ്യ ഭാഗത്തെ ക്ലയൻറ്റ് ID അല്ലെങ്കിൽ UCI ID എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അത് നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റിലോ വർക്ക് പെർമിറ്റിലോ കൃത്യമായിട്ടുണ്ടായിരിക്കും. അത് നോക്കി കൃത്യമായിട്ട് ഈ UCI ID കൃത്യമായിട്ട് അവിടെ കോപ്പി ചെയ്യാൻ മറന്നു പോകരുത്.
അതുപോലെ തന്നെ എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗം ഇതാണ്, അതായത് ഈ ഭാഗം, അതായത് ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഡോക്യുമെൻ്റ് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സിൽ എഴുതി വെക്കണം. അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ വളരെ ഈസിയാണ്, വളരെ ബുദ്ധിമുട്ടൊന്നും നിറഞ്ഞൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് ഫില്ല് ചെയ്യാവുന്ന ഒരു ഫോമാണ്. അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്ത് മാറ്റി വയ്ക്കുക. അതുകൂടാതെ ഇനി അടുത്തത് നമുക്ക് ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫീസ് അടയ്ക്കാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ട് ഇവർക്ക്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഇതിൻ്റെ ഫീസ് അടയ്ക്കാം. $30 നമ്മൾ അടയ്ക്കേണ്ട ഫീസ്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഈ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചൂസ് യുവർ ഫീ ഫ്രം എ ലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതർ സർവീസസ് എടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതുണ്ടല്ലേ, വെരിഫൈ യുവർ സ്റ്റാറ്റസ് ഓർ റീപ്ലേസ്മെൻറ്റ് ആൻഡ് ഇമിഗ്രേഷൻ ഡോക്യുമെൻറ്റ്. ഇവിടെ നമ്മൾ ഒരു ഡോക്യുമെൻ്റാണ് നമ്മുടെ നഷ്ടപ്പെട്ടതെങ്കിൽ 1 എന്ന് സെലക്ട് ചെയ്യുക, അത് ഇട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് വളരെ ഈസിയാണ്. നമ്മൾ ഏത് പേയ്മെൻറ്റ് ഗേറ്റ് വേയിലൂടെ പോകുമ്പോഴും ഉള്ളതുപോലെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വഴി ഡെബിറ്റ് കാർഡ് വഴിയൊക്കെ പേ ചെയ്യാം. അതിനുശേഷം നമുക്കൊരു ഡോക്യുമെൻറ്റ് കിട്ടും. ആ ഡോക്യുമെൻ്റാണ് നമ്മൾ ഈ കൂടെ തന്നെ അയച്ചു കൊടുക്കണം. ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ അടങ്ങിയ ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് ഇമെയിലായിട്ട് കിട്ടും. ആ ഡോക്യുമെൻറ്റ് നമ്മൾ മറക്കാതെ ഈ ഫയലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റുകളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതെല്ലാം കൂടെ ഒരു എൻവലപ്പിലേക്ക് ആക്കുക. അതിനുശേഷം ഈ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക. കൃത്യമായ അഡ്രസ്സ് ഇവിടെയുണ്ട്. നമ്മൾ നോർമൽ പോസ്റ്റിലോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് കൊറിയറോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മെയിലോ നമുക്ക് അയക്കാവുന്നതാണ്. അതിനുള്ള കൃത്യമായ അഡ്രസ്സ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യണം, പ്രിൻ്റ് എടുക്കണം. അതിനുശേഷം നമ്മൾ സൈനൊക്കെ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റുകളെല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം കൂടെ ഒരു എൻവലപ്പിനകത്ത് ഇടുക. കൃത്യമായി പോസ്റ്റേജ് അടയ്ക്കുക. അതിനുശേഷം ഇത് അയച്ചു കൊടുക്കുക, ഇവരുടെ ഈ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു സർട്ടൻ വെയിറ്റിംഗ് പീരീഡിന് ശേഷം നമുക്ക് നമ്മുടെ ഡോക്യുമെൻ്റ് അവർ നമുക്ക് വേണ്ടി അയച്ചു തരും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റുകൾ. ഈ ഡോക്യുമെൻ്റ് നമ്മൾ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ 2 ഫോട്ടോ കോപ്പിയുടെ ഡീറ്റെയിൽ ഉള്ള ഡോക്യുമെൻറ്റുകൾ കൊടുക്കണം. അതായത് നമ്മുടെ ഒരു പാസ്പോർട്ടോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ അതുകൂടാതെ ഫോട്ടോ ഇല്ലാത്ത ഒരു ഡോക്യുമെൻ്റ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഡോക്യുമെൻറ്റുകളെല്ലാം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫീ റെസീറ്റ് കൂടെ കൊടുക്കുക. അതുകൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും നമ്മൾ വേറെ ആരെങ്കിലും വഴിയാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ അവരുടെ ഒരു യൂസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള ഫോമും കൂടെ നമ്മൾ ഫില്ല് ചെയ്യുക. ഇത് വേറെ ആരെങ്കിലുമാണ് നമ്മൾക്ക് വേണ്ടി ഇത് കളക്ട് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എമർജൻസി ആയിട്ട് വേണമെങ്കിൽ അതിൻ്റെ പ്രൂഫും നിങ്ങൾ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.